ഹായ് ഓൾ, അജ്മൽ വലിയകത്ത്. എനിക്കറിയാവുന്ന സുഹൃത്തുക്കളോടും അതല്ലെങ്കിൽ എൻ്റെ കൊളീഗ്സിനോടൊക്കെ ഞാൻ സ്ഥിരം പറയാറുള്ള ഒരു കാര്യങ്ങളൊന്നും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കുട്ടികളൊക്കെ ഒരു +2 ഒക്കെ കഴിയുന്ന സമയത്ത് അവരെ കുറച്ച് നാളെങ്കിലും സെയിൽസ് ആഭിമുഖ്യമുള്ള ഏതെങ്കിലും ഒരു സിറ്റുവേഷനിലേക്ക് അവരെ പറഞ്ഞുവിടണമെന്ന് പറയാറുണ്ട്. അതായത് സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട ജോലിയിൽ അവരുടെ മേൽനോട്ടത്തോടു കൂടി തന്നെ പറഞ്ഞയക്കണം കുറച്ച് നാളത്തേക്കെങ്കിലും. ആ ഒരു സമയമുണ്ടല്ലോ, അവധി സമയമുണ്ടല്ലോ, ആ സമയത്തേക്കെങ്കിലും എന്ന് പറയാറുണ്ട്. അത് പറയാനുള്ള മേജർ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തേത്, നമ്മൾ ഇൻ്റർവ്യൂ ഒക്കെ എടുക്കുന്ന സമയത്ത്, ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും, നമ്മൾ ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്ത് വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള, അക്കാദമിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ, പക്ഷെ അവരുടെ സോഷ്യൽ സ്കില്ലോ അതല്ലെങ്കിൽ പേഴ്സണൽ സ്കിൽസോ കാര്യങ്ങളോ വളരെ ലോ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്, വളരെ ലോ ആയിട്ട്. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോഷ്യലി ഇൻവോൾവ്മെൻറ്റ് കുറയുന്ന ഒരു സാഹചര്യത്തിലാണ് മിക്ക കുട്ടികളും ഇപ്പോൾ വളരുന്നത് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ കുട്ടികളൊക്കെ ഇങ്ങനെ പറഞ്ഞു വിട്ടത് കൊണ്ട് അല്ലെങ്കിൽ സെയിൽസിലേക്ക് വിട്ടത് കൊണ്ട് എന്തെങ്കിലും ഉപയോഗം ഉണ്ടെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും. ഈവൻ നമ്മുടെ യൂറോപ്യൻ രാജ്യങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ US ആയിക്കോട്ടെ, പല രാജ്യങ്ങളിലും ഇതൊരു പതിവായിട്ടുള്ളൊരു കാര്യമാണ്. പല രാജ്യങ്ങളിലും, അതായത് 16 വയസ്സും 15 വയസ്സിന് ശേഷം, 16 വയസ്സിന് ശേഷം ബേസിക്കലി ഇന്ത്യൻ നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നാളത്തേക്ക് അവിടെ ഈ ഒരു സെയിൽസ് മേഖലയിലേക്ക് വിടുന്ന സമയത്ത്, ഈവൻ US പണ്ടത്തെ പ്രസിഡന്റ് ആയിരുന്ന ഒബാമയുടെ മകൾ വരെയും, സാഷ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അവർ വരെയും ഇതുപോലെ ഒരു ജോലിക്ക് കുറച്ച് നാളത്തേക്ക് സമ്മർ ജോബ് എന്നുള്ള പേരിൽ കുറച്ച് നാളത്തേക്ക് ഒരു ചെറിയ റെസ്റ്റോറൻറ്റിൽ അവർ വർക്ക് ചെയ്തിട്ടായിട്ട് കേട്ടിട്ടുണ്ട്. പല ആളുകളും, എനിക്കറിയാവുന്ന യാത്രകളിൽ പരിചയപ്പെടുന്ന പല സുഹൃത്തുക്കളും അവരുടെ മക്കളെയും ഇതുപോലെ ഈ ഒരു രീതിയിലേക്ക് വിടുന്നത് കാണാറുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരെ സ്ഥിരമാക്കാനല്ല, അത് ഒരു ജോലി എന്നുള്ള രീതിയിലല്ല, അവരുടെ സോഷ്യൽ സ്കില്ല്. ഇപ്പോൾ സെയിൽസിലുള്ള എല്ലാവർക്കും അറിയാവുന്ന കേസാണ്, നമ്മുടെ സോഷ്യൽ സ്കില്ല് ബേസിക്കലി നമ്മൾ സെയിൽസിൽ നിൽക്കുന്ന സമയത്ത് കൂടും. 2, ഒരുപാട് ആളുകൾ പൈസ കൊടുത്ത് ശരിയാക്കാൻ നോക്കുന്നൊരു സാധനമാണ് ഈ സ്റ്റേജ് ഫിയർ എന്നുള്ളത്. ഈ സ്റ്റേജ് ഫിയർ എന്ന് പറയുമ്പോൾ സ്റ്റേജിന് മുകളിൽ കയറി നിന്നിട്ട് സംസാരിക്കാനുള്ള ഒരു ഫിയർ മാത്രമല്ല എന്ന് മനസ്സിലാക്കുക. സ്റ്റേജ് ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്വന്തം കാര്യങ്ങൾ, സ്വന്തം അഭിപ്രായങ്ങൾ ഒരു കൂട്ടം ആളുകളുടെ മുമ്പിൽ പ്രകടിപ്പിക്കുവാനുള്ള ശേഷി കുറയുക എന്നുള്ളതാണ് ഈ സ്റ്റേജ് ഫിയർ വരുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം. അതൊന്നും അവിടെ കുറയും. മൂന്നാമത്തെ കേസ്, നമുക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് എന്താണെന്നും ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ഡയറക്റ്റ് സ്റ്റഡി നമുക്കൊരു ഷോറൂമിലോ ഒരു മാളിലോ സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിലോ നിൽക്കുന്ന സമയത്ത് നമുക്ക് ലഭിക്കും. എന്താണ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ, എന്താണ് പ്രോഫിറ്റ് ലോസ് എന്നുള്ളത് നമുക്ക് കിട്ടും. 4മത്തത്, മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല അറിവും നമുക്ക് ഡയറക്റ്റായിട്ട് കിട്ടും. ഒരു 5 കൊല്ലമോ 10 കൊല്ലമോ സ്കൂളുകളിൽ പോയി പഠിച്ചാൽ കിട്ടാത്തത്ര അറിവ് നമുക്ക് ഡയറക്റ്റായിട്ട് കിട്ടും. ഏറ്റവും ഇമ്പോർട്ടൻ്റ്, നമുക്ക് ഒരാളുടെ മുഖത്ത് നോക്കി സംസാരിക്കുവാനുള്ള ഒരു ശേഷി ലഭിക്കുന്നതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരാളുടെ മുഖത്ത് നോക്കി നമ്മുടെ കാര്യങ്ങൾ വ്യക്തമായി സംസാരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കില്ലാണ്. ഈ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേറെ കോഴ്സിനോ കാര്യങ്ങൾക്കോ വിടേണ്ടതില്ല. അവരുടെ സാലറി നോക്കിയിട്ടല്ല, ഒരു നല്ല ഷോറൂമിൽ അതല്ലെങ്കിൽ നല്ലൊരു മാളിൽ അതല്ലെങ്കിൽ സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട ഏത് മേഖലയാണെങ്കിലും കസ്റ്റമറുമായിട്ട് നേരിട്ട് സംസാരിക്കുന്ന മേഖലകളിൽ അവർ കുറച്ച് നാൾ നിർത്താം. അതിപ്പോൾ ടെലികോളിംഗ് സർവീസസിലാണെങ്കിൽ പോലും കുഴപ്പമില്ല, അവരുടെ ടെലി സ്കിൽസ് കൂട്ടുവാൻ വേണ്ടിയിട്ട് അത് സഹായകരമാകും. സോ അടുത്ത തവണ നമ്മൾ അറിയാവുന്ന ആളുകൾക്ക് അവരവരുടെ മക്കൾ ഇതുപോലെ ചെറിയ ജോലിക്ക് സമ്മർ ജോബിന് പോകുന്നതെന്ന് പറയുമ്പോൾ നിരുത്സാഹപ്പെടുത്താതിരിക്കുക. അവർ പോട്ടെ, അവർ പഠിക്കട്ടെ, അവർ വളരട്ടെ. ഓൾറൈറ്റ്, താങ്ക് യു സോ മച്ച്. ബൈ.